അത് എൻ്റെ പൂർവ്വജന്മത്തിലെ വീടാണ്. എന്നെ എൻ്റെ സഹോദരൻ കൊന്നിട്ട് കുഴിച്ചിട്ടാണ്. CBI അന്വേഷിച്ച കേസിനകത്താണ് മരിച്ചുപോയ സ്ത്രീയുടെ ആത്മാവ് വന്നിട്ട് ആ വീട്ടിൽ താമസിക്കുന്ന SIയോട് രാത്രിയിൽ അടച്ചിട്ട മുറിക്കകത്ത് വന്നിട്ട് ഇങ്ങനെ എന്നെ ഇന്നാരെ കൊന്നതാണ്, പ്രേമം അഭിനയിച്ച് വന്ന ആളാണ്, എന്നെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ റിപ്പോർട്ട് ചെയ്തു. 3200 കൊല്ലത്തിന് ശേഷം മരിച്ച ഒരു ആത്മാവ് പുനർജനിച്ച ഒരു കഥയുണ്ട്. ഓം സേട്ടി എന്ന് പറഞ്ഞ കഥ. കൊലപാതക കേസ് ഒരു തുമ്പും ഇല്ലാതിരുന്നത് ആത്മാവ് വന്ന് തെളിയിച്ച കേസ് ഇന്ത്യയിൽ വേറെയുണ്ട്. ബോധം വീണപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ ഇംഗ്ലണ്ടുകാരിയല്ല, ഞാൻ ഈജിപ്തുകാരിയാണ്, ഞാൻ സേത്തി രാജാവിൻ്റെ കാമുകിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് പ്രായോഗികമായി നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത രണ്ട് സംഭവമാണ്. ഞാൻ ഇതിനു മുൻപ് ഒരു അഡ്വക്കേറ്റുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമായിരുന്നു, കോടതിയിലേക്ക് എത്തുന്ന മിക്ക കേസുകൾക്കും അതിന് പിന്നാലെ ഇവരെ ശല്യം ചെയ്യുന്ന ഒരു സോൾ പ്രസൻസ് ഇവർ അനുഭവിച്ചിട്ടുണ്ടെന്ന്. കാരണം ആ സോളിൻ്റെ ആവശ്യമാണ് ആ കേസ് തെളിയിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഈ ഫോറൻസിക് സർജനും ഇതേപോലെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തോട് പങ്കുവച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കേസ് തെളിയിക്കുന്നത് വരെ ഇവരോടൊപ്പം ഈ സോൾ ഉണ്ടായിരിക്കും. പല കേസുകളും തെളിയിക്കപ്പെടുന്നത് ഈ ഒരു അവസ്ഥ കൊണ്ടാണെന്ന്. സാറിൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഞാൻ അബാക്ക് മീഡിയയ്ക്ക് ഒരിക്കൽ പങ്കുവച്ചിരുന്നു. അതായത് ആത്മാവ് ഒന്ന് കേസ് തെളിയിച്ചൊരു സംഭവം. അത് തളിപ്പറമ്പിലെ ഒരു മരിച്ചുപോയ ആളിൻ്റെ ആത്മാവൊന്ന് മകൻ്റെ ശരീരത്തിൽ കയറി കേസ് തെളിയിച്ചൊരു സംഭവം. ഇങ്ങനെ വേറെ ഫോറൻസിക് ആൾക്കാർ സാറിനോട് പക്ഷെ അതുപോലൊരു സംഭവം CBI അന്വേഷിച്ച കേസ് CBI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CBI അന്വേഷിച്ച കേസിനകത്താണ് മരിച്ചുപോയ സ്ത്രീയുടെ ആത്മാവ് വന്നിട്ട് ആ വീട്ടിൽ താമസിക്കുന്ന SIയോട് രാത്രിയിൽ അടച്ചിട്ട മുറിക്കകത്ത് വന്നിട്ട് ഇങ്ങനെ എന്നെ ഇന്നാരെ കൊന്നതാണ്, പ്രേമം അഭിനയിച്ച് വന്ന ആളാണ്, എന്നെ കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്ത്രീ റിപ്പോർട്ട് ചെയ്തു. അപ്പം SI അത് വെച്ച് അന്വേഷിക്കുകയും ഈ കാമുകൻ എന്ന് പറഞ്ഞ ആളെ ഡൽഹിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും അവസാനം ആ സ്ത്രീ വന്ന് പറഞ്ഞ് എൻ്റെ ശരീരം അടക്കരിക്കുന്ന എൻ്റെ സ്ഥലത്താണെന്ന് പറഞ്ഞു. അങ്ങനെ മജിസ്ട്രേറ്റ് ഉൾപ്പെടെ വന്നത് പിടിച്ചെടുത്ത ശരീരം. ഇപ്പോൾ കഴുത്ത് ഞെരിച്ച് കൊന്നിരുന്ന ആ കയർ അവിടെ തന്നെ കിടപ്പുണ്ട് ആ സമയത്ത്. പിന്നെ ഈ മോഷ്ടിച്ച് സ്വർണ്ണത്തിൻ്റെ പകുതി അവിടെ കുഴിച്ചിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് പോലീസൊക്കെ പോയി കഴിഞ്ഞ് എടുക്കാൻ വേണ്ടി പകുതിയും കൊണ്ടാവും പോയത്. അപ്പോൾ ബാക്കി സ്വർണം കണ്ടെത്തുകയും കേസ് കോടതി തെളിയുകയും ചെയ്തു. അതാണ് ഈ ആത്മാവ് ഒന്ന് കേസ് തെളിയിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ കേസ്. അത് CBI തന്നെ അന്വേഷിച്ച കേസായതുകൊണ്ട് ലോകപ്രസിദ്ധമായിട്ടുള്ള ഒരു അനുഭവ സാക്ഷ്യം അതിനുണ്ടായി. പക്ഷേ യൂറോപ്പിലും അമേരിക്കയിലും ഒരുപാട് കേസുണ്ട് ആത്മാവ് ഒന്ന് തെളിയിച്ച കേസുകൾ, അത്ഭുതകരമായ കേസുകൾ. അപ്പോൾ അത് ഏറ്റവും പ്രസിദ്ധമായ കേസ് ലണ്ടനിൽ തന്നെ നടന്നൊരു സംഭവമാണ്. ലണ്ടനിൽ തന്നെ ഒരു സംഭവത്തിൽ ഇങ്ങനെ മരിച്ച സ്ത്രീയുടെ ആത്മാവ് വന്നിട്ട് പോലീസ് ഉദ്യോഗസ്ഥന് സൂചനകൾ കൊടുത്ത ശേഷം കേസ് തെളിയിച്ച സംഭവമാണ്. അപ്പോൾ ഈ ആത്മാവ് സാധാരണ കറണ്ടായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ, അതോ അല്ലാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ 3200 കൊല്ലത്തിന് ശേഷം മരിച്ച ഒരു ആത്മാവ് പുനർജനിച്ച ഒരു കഥയുണ്ട്. ഓം സേട്ടി എന്ന് പറഞ്ഞ കഥ. അപ്പോൾ ഇംഗ്ലണ്ടിലൊരു പെൺകുട്ടി ജനിച്ചൊരു 7-8 വയസ്സായപ്പം അവൾ സ്റ്റെപ്പ് കയറി മേപ്പോട്ട് പോയി. അയാൾ തന്നെ താഴെ വീണ് പുള്ളിക്ക് അബോധാവസ്ഥയിലായി. അപ്പോൾ 46 ദിവസം ആശുപത്രി കിടന്ന ശേഷം കുട്ടിക്ക് ബോധം വീണപ്പോൾ കുട്ടി പറഞ്ഞു, ഞാൻ ഇംഗ്ലണ്ടുകാരിയല്ല, ഞാൻ ഈജിപ്തുകാരിയാണ്, ഞാൻ സേത്തി രാജാവിൻ്റെ കാമുകിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞ കുട്ടിക്ക് ഭ്രാന്താണ്. അപ്പം സൈക്കോളജിസ്റ്റിനെ ചികിത്സ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് കുട്ടി ഒന്നും മിണ്ടാതായി. പക്ഷേ കുട്ടിക്ക് 17 വയസ്സപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് ഈജിപ്തിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാപിതാക്കളോടൊപ്പം ഈ പെൺകുട്ടി ഈജിപ്തിൽ വന്നു. അപ്പോൾ സേത്തി രാജാവ് ഭരിച്ചിരുന്ന പ്രസിദ്ധമായ ടെമ്പിളിൻ്റെ അവിടെ വന്ന പെൺകുട്ടിയെ കൊണ്ട് പെൺകുട്ടി പറഞ്ഞു, അയ്യോ ഈ ഗ്രൗണ്ടിൻ്റെ അങ്ങേ അറ്റത്ത് കുറച്ച് മണ്ണിട്ട് മൂടിയിരിക്കുകയാണ്, അത് മാറ്റണം, ഈ ഗ്രൗണ്ട് അതുപോലെ പുനഃസ്ഥാപിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മണ്ണ് മാറ്റി നോക്കിയപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞ പോലെ ഒരു ഗ്രൗണ്ട് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ വലതുവശത്ത് ആ പെൺകുട്ടി പറഞ്ഞു, ഇവിടെ ഒരു 7 സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ, അതിൽ 3ാമത്തെ സ്റ്റെപ്പിലിരിക്കുമ്പോഴാണല്ലോ രാജാവിനെ ചുംബിക്കുമായിരുന്നല്ലോ, കിസ് ചെയ്യുമായിരുന്നല്ലോ. അവർ മണ്ണ് മാറ്റി നോക്കിയപ്പം സ്റ്റെപ്പ്, ഈ പെൺകുട്ടി പറഞ്ഞാൽ അതുപോലെ സ്റ്റെപ്പ് കാണാം. അപ്പോൾ ഈ ഈജിപ്തിലെ ഹിറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന അക്ഷരമാല ഫ്രാൻസിൽ നിന്ന് നെപ്പോളിയൻ്റെ കൂടെ വന്ന ബർത്തലോട്ട് എന്ന് പറയുന്ന സേനാനായകൻ ഈജിപ്തിൽ വെച്ച് റോസറ്റ സ്റ്റോൺ കണ്ടെത്തി. ആ റോസറ്റ സ്റ്റോണിനകത്ത് ഒരേ കാര്യം 3 ഭാഷകൾ എഴുതിയിരിക്കുകയാണ്. ഒന്ന് ഹാമറ്റിക്, ഒന്ന് നമ്മുടെ റോമൻ ലാറ്റിൻ, ഒന്ന് നമ്മുടെ ഡെമോട്ടിക് ഗ്രീക്ക് ഭാഷയുടെ ഒരു ഭാഗം.
അപ്പോൾ ഇത് മൂന്നും ഈജിപ്റ്റ് ഭരിച്ചിരുന്ന പ്രസിദ്ധനായ രാജാവിൻ്റെ ഒരു കൽപ്പനയാണ്. BC 126 ഈ അലക്സാണ്ടർ ചക്രവർത്തിയുടെ കൂടെ ഇംഗ്ലണ്ട് ആക്രമിക്കാൻ വന്ന ഈജിപ്റ്റ് ആക്രമിക്കാൻ വന്ന ഒരു സേനാനായകനുണ്ടായിരുന്നു. ആ സേനാനായകൻ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചപ്പോൾ സാമ്രാജ്യം 4ആയിട്ട് വിഭജിച്ച കൂട്ടത്തിൽ അയാൾക്കാണ് ഇത് കിട്ടിയത്, ഈ ഈജിപ്തിൻ്റെ ഭാഗം കിട്ടിയത്. അത് കിട്ടിയ രാജാവ് അവിടം ഭരിക്കുമ്പോൾ BC 126 ഒരു ഓർഡറാണ്. ആ ഓർഡറിനകത്ത് 3 ഭാഷയിൽ എഴുതിയിരിക്കുകയാണ്. ഒന്ന് ഈജിപ്ഷ്യൻ ഭാഷ, ഒന്ന് ഡെമോട്ടിക്, ഒന്ന് ലാറ്റിൻ. അപ്പോൾ ലാറ്റിനും ഡെമോട്ടിക് നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഈ സെയിം മെറ്റീരിയലാണെന്ന് മനസ്സിലായി, ലാറ്റിൻ ഡെമോട്ടിക്കും വായിച്ചു. അപ്പോൾ ഇത് തന്നെയാണ് മേളിലും എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ അവർ ഹീറോഗ്ലിഫിക്സ് ഭാഷ മനസ്സിലാക്കാൻ പറ്റി, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഭാഷ മനസ്സിലായപ്പോഴും 6 ലിപികൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇവർ വന്നിട്ട് ഈ പെൺകുട്ടി ചോദിച്ചു, ഈ 6 അക്ഷരം എന്തോന്നറിയാമെന്ന് ചോദിച്ചു. പെൺകുട്ടിനെ അറിയാം, ഇന്നതാണ് അക്ഷരം എന്ന് പറയും. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പം സംഗതി വായിക്കാൻ പറ്റും. അപ്പോൾ ഈ പെൺകുട്ടി പിന്നെ ഈജിപ്തിൽ താമസിച്ചിട്ട് ഒരു ഈജിപ്തുകാരനായ ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ചു. അങ്ങനെ അവൾ 86 വയസ്സിൽ ജീവിച്ചിരുന്നു. എന്നിട്ട് മരിക്കുന്നതിന് മുമ്പ് ഓം സേട്ടി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതി. സേത്തി രാജാവിൻ്റെ കാമുകിയായിരുന്നു. സേത്തി രാജാവ് എന്ന് പറയുന്നത് പ്രസിദ്ധമായ രാമസിസ് 2 സ്ഫിങ്സ് പണിഞ്ഞ രാമസിസ് 2. ആ രാമസിസ് 2 ടെൻ കമാൻഡ്മെന്റ്സ് എന്ന കഥയിൽ മോശയുടെ എതിരാളിയായ ഫറവോ രാമസിസ് 2 എന്ന് പറയുന്നുണ്ട്. അത് ശരിയല്ല, മിക്കവാറും അമൻഹോട്ടപ്പ് 2 ആയിരിക്കണം മോശയുടെ കാലത്തുണ്ടായിരുന്ന ഫറവോ രാജാവ്. പക്ഷേ ഈ രാജാവിൻ്റെ മകനാണ് ഈ സേട്ടി. അപ്പോൾ സേട്ടിയുടെ കാമുകി 3200 വർഷത്തിന് ശേഷമാണ് പുനർജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3200 വർഷമായിട്ട് ഈ ആത്മാവ് എവിടെയായിരുന്നു നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല, ഇമ്പോസിബിൾ ടു ബിലീവ്. പക്ഷേ ഓം സേട്ടിയുടെ പുസ്തകം വായിക്കുമ്പോഴാണ് അവൾ പറയുന്ന കഥയുടെ അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ ആത്മാവ് 50-100 കൊല്ലം അലഞ്ഞിരിഞ്ഞിട്ട് പുതിയ ആ ശരീരത്തിൽ കയറി മോക്ഷം കിട്ടുമെന്നും ചെയ്യുമെന്നാണ് നമ്മുടെ ഭാരതീയ പുരാണം. പക്ഷെ 3200 years later ഒരു ആത്മാവ് പുനർജനിച്ചു, എന്നിട്ട് സത്യം വെളിവാക്കി എന്നുള്ളത് നമ്മൾ അമ്പരപ്പിക്കുന്ന അവസ്ഥയാണ്. ഓം സെട്ടി എന്ന പുസ്തകം മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ആമസോണിൽ ഓർഡർ ചെയ്താൽ ഓം സെട്ടി എന്നുള്ള പുസ്തകം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ ചില ക്രൂഷ്യൽ കേസസ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ആത്മാക്കൾ പുനർജനിച്ചിട്ട് കേസ് തെളിയിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്, ലോട്ട് ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ UP-യിലെ പ്രസിദ്ധമായ കേസുണ്ട്. ഒരു കച്ചവടക്കാരൻ അയാളുടെ വസ്ത്രവും മറ്റതൊക്കെ എടുക്കാനായിട്ടൊരു വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദിച്ചാൽ ഇതേത് വീടാ? അത് എൻ്റെ പൂർവ്വജന്മത്തിലെ വീടാണ്, എൻ്റെ സഹോദരൻ കൊന്നിട്ട് കുഴിച്ചിട്ടാണ്, എൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ കൂട്ടുകാരനെ കൂട്ടി ആ വീട്ടിൽ പോയി. അപ്പോൾ ഇയാൾ 22 വയസ്സിൽ കൊന്നതാണ്. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിട്ടാണ് ഇവൻ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന അവൻ്റെ അമ്മ ജീവിച്ചിട്ടുണ്ട്. അമ്മ ചെയ്ത് അമ്മയുടെ മോനാണ്, ഞാനിപ്പോൾ പുനർജനിച്ചിരിക്കുകയാണ്, ഇന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്, ഞാനൊരു കച്ചവടം നടത്തുകയാണ്. അപ്പോൾ എൻ്റെ കുറേ സാധനം ഉണ്ടല്ലോ അവിടെ, ആ സാധനം ഞെരുക്കണം, അലമാരിക്കകത്ത് എൻ്റെ ഇന്ന സാധനം ഇരിപ്പുണ്ട്, എൻ്റെ വസ്ത്രങ്ങൾ 4 അവിടെ മടക്കി വെച്ചിട്ടുണ്ട്, അമ്മ തന്നെ പോയി എടുത്തിടണമെന്നോ. അപ്പോൾ ഇയാൾ മരിച്ചു കഴിഞ്ഞിട്ട് ഈ മകൻ്റെ സാധനങ്ങളെല്ലാം ഈ അമ്മ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. മകനെ ആരാ കൊന്നെന്ന് ആർക്കും അറിഞ്ഞൂടാ. ഇയാൾ പുറത്തങ്ങാട് പോയിട്ട് വരുന്ന വഴിക്ക് റോഡിൽ വെച്ച് രാത്രിയിൽ ആരോ വെട്ടിക്കൊന്നെന്ന് മാത്രമേ അറിയാവുള്ളായിരുന്നു. അപ്പം സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി അനിയനാണ് കൊന്നെന്നുള്ള വിവരം പോലീസിനും അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ ഈ ആത്മാവ് ചെന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഇങ്ങനെയാണ് സംഭവം, എൻ്റെ അനിയൻ തന്നെ എന്നെ കൊന്നത്, എന്നിട്ട് ഈ എൻ്റെ വസ്ത്രവും സാധനവും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ ആ സാധനമൊക്കെ എടുത്ത് കൊടുത്തു. അപ്പോൾ നീ എന്താണ് കേസ് കൊടുക്കാത്തതെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എനിക്ക് കേസ് കൊടുക്കണ്ട, അമ്മ സത്യം അറിയാൻ വേണ്ടി പറഞ്ഞതല്ലേ ഉള്ളൂ, എൻ്റെ സ്വത്ത് അടിച്ചെടുക്കാൻ വേണ്ടി അവൻ ചെയ്തത്, എനിക്ക് അവനോടൊരു ദേഷ്യമില്ല, എനിക്ക് ആവശ്യത്തിന് പൈസ ദൈവം തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അവനെതിരെ കേസ് കൊടുക്കുന്നില്ല. കേസ് കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനെ ആത്മാവ് വന്നിട്ട് കേസിനെ പറ്റിയുള്ള റിയൽ ഡീറ്റെയിൽസ് പറഞ്ഞ സംഭവങ്ങൾ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട്. UP-യിലെയും മധ്യപ്രദേശിലെയും കേസുകളുണ്ട്, ശരിക്കും തെളിയിക്കാനായിട്ടുള്ള കേസുകളുണ്ട്. തെളിഞ്ഞ കേസുണ്ട്. കൊലപാതക കേസ് ഒരു തുമ്പും ഇല്ലാതിരുന്നത് ആത്മാവ് വന്ന് തെളിയിച്ച കേസ് ഇന്ത്യയിൽ വേറെയുണ്ട്,
പല പല കേസുകളാണ്. അപ്പം അതൊരു നമ്മൾ നോർമൽ അല്ലാത്തൊരു കേസാണ്. പലപ്പോഴും നമ്മളിങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിയുമ്പം നമ്മൾ ഈ ആത്മാവ് പറഞ്ഞെന്ന് പറഞ്ഞ് കേസ് അന്വേഷിക്കാൻ പറ്റില്ല. അപ്പം ആത്മാവ് ഒരു ആളിനെ ഐഡൻറ്റിഫൈ തരാനേ പറ്റുള്ളൂ. ബാക്കി ആ കേസ് ശാസ്ത്രീയമായിട്ട് അന്വേഷിച്ച് ശാസ്ത്രീയമായ തെളിവ് വെച്ചിട്ട് കൊടുക്കണം. അപ്പം അത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഴിവാണ്. അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ കോടതി തെളിയത്തില്ല. ആത്മാവിന് മൊഴി കൊടുക്കാൻ പറ്റില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ ഓക്കുലർ വിറ്റ്നസ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കേസിന് ശാസ്ത്രീയ അടിത്തറയ്ക്ക് അല്ലെങ്കിൽ കോടതിയിലെ അടിത്തറ ഉണ്ടാക്കാൻ ഇത് സഹായകരമല്ല. ഒരു ജയിൽ മേധാവിയായിരുന്നല്ലോ, ആ ഒരു സമയത്ത് ജയിലിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള സോൾ പ്രസൻസുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടോ? സോൾ പ്രസൻസ് ഉണ്ടെന്നുള്ള പല സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് വെരിഫൈ ചെയ്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഒരു സെൻട്രൽ ജയിലിൽ ഇങ്ങനൊരു ഭൂതം ഇടയ്ക്കിടയ്ക്ക് വരുന്നു എന്ന് പറയാറുണ്ട്. അവിടെ തൂക്കിലേറ്റപ്പെട്ട ഒരാളാണ്. തൂക്കിലേറ്റപ്പെട്ട ഒരാളിൻ്റെ ആത്മാവ് വന്നിട്ട് ശല്യം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനൊരു മറ്റൊരു ബാക്ക്ഗ്രൗണ്ടുണ്ട്. അത് കണ്ണൂര് ഈ ആളിനെ തൂക്കിക്കൊന്ന അല്ലെങ്കിൽ 2-3 പേരെ തൂക്കിക്കൊന്ന ഒരു ജയിലറുണ്ടായിരുന്നു. ആ ജയിലർക്ക് ത്രോട്ടിന് ക്യാൻസർ വന്നിട്ട് മരിച്ചു. അപ്പം ഞാൻ അതിന് മുമ്പുള്ള ആരാച്ചാരന്മാരുടെ ചരിത്രം എടുത്തു. അപ്പം ഞാൻ റിസർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് 3 ആരാച്ചാരന്മാർ, കഴുത്തിന് കുരുക്കിട്ട് ആളുകളെ കൊന്ന 3 ആരാച്ചാരന്മാർ ത്രോട്ടിന് ക്യാൻസർ വന്നിട്ടാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ആരാച്ചാരന്മാരുടെ ശമ്പളം വളരെ ചെറുതാണ്. പക്ഷേ ആളിനെ തൂക്കിക്കൊന്നാൽ ആ കയറ് ആരാച്ചാരക്കുള്ളതാണ്, തൂക്കിക്കൊല്ലുന്ന കയർ. അപ്പോൾ ആ തൂക്കിക്കൊല്ലുന്ന കയറിനകത്തുനിന്ന് ഈ കയറിൻ്റെ ഇത് നാരെടുത്തിട്ട് ഈ പേടിയുള്ള ആളുകൾക്ക് കൊടുക്കും. അതായത് ചില കുട്ടികൾക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഡിപ്രഷനോ അല്ലെങ്കിൽ പേടി കിട്ടും. പേടി കിട്ടുന്നവർക്ക് ഈ ആളുകളെ തൂക്കിക്കൊല്ലാൻ ഉപയോഗിച്ച കയറിൻ്റെ നാരെടുത്തിട്ട് അത് എന്തോ മന്ത്രം ചൊല്ലിയിട്ട് കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പേടിയില്ല. അപ്പോൾ ഈ ഒരു ചരിത്രം ശരിയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ പോയി. അപ്പോൾ തിരുവനന്തപുരം ജയിലിലെ ലാസ്റ്റ് ആരാച്ചാർ, അയാൾ നെയ്യാറ്റിങ്ങരയ്ക്ക് അടുത്തായിരുന്നു. അപ്പോൾ അയാൾ കൊണ്ടുപോയ കയറിൻ്റെ അംശം ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട്. അപ്പം അങ്ങനെ ജീവിച്ചിരുന്നപ്പോൾ അത് കൊടുക്കുമായിരുന്നു. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു മകളും ഉണ്ടായിരുന്നു. ഇപ്പം ആ പെൺകുട്ടിക്ക് 10-35 വയസ്സായി കാണും. അപ്പോൾ അവരുടെ പ്രധാന വരുമാന മാർഗം ഈ പേടി കിട്ടുന്ന കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഈ നാരെടുത്തിട്ട് കെട്ടിവിടുകയായിരുന്നു. അപ്പോൾ ഈ കണ്ണൂർ തൂക്കിക്കൊന്ന ഉദ്യോഗസ്ഥനും അതിന് മുമ്പ് തൂക്കിക്കൊന്ന 2 ആരാച്ചാരന്മാർക്കും എന്തുകൊണ്ട് ത്രോട്ട് ക്യാൻസർ വരുന്നു? ഈ കഴുത്തിന് ഞെരിച്ച് കൊല്ലുന്ന ആളുകൾക്ക് അതേ രോഗത്താൽ അതേ സ്ഥലത്ത് തന്നെ ക്യാൻസർ വരുന്നു. അത് വെറും ഒരു കോയിൻസിഡൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പറ്റാനല്ല, അന്ധവിശ്വാസം ആയിരിക്കാം. പക്ഷേ ആ തൂക്കുകയറിനകത്തുനിന്ന് നാര് കൊടുക്കുമ്പോൾ കുട്ടികളുടെ പേടി എങ്ങനെ മാറും? ഇനി മാതാപിതാക്കൾക്ക് ഒരു അന്ധവിശ്വാസം, ഇത് കെട്ടിയാൽ പിന്നെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ആത്മവിശ്വാസം കൊണ്ട് പറ്റുന്നതാണോ? ആണെങ്കിൽ പിന്നെ ഈ കുട്ടിക്ക് എങ്ങനെ പേടി മാറുന്നത്? കുട്ടിക്ക് ഈ അന്ധവിശ്വാസം ഒന്നും വിശ്വസിക്കാൻ ഒക്കെയല്ല. അപ്പോൾ ഇത് പ്രായോഗികമായി നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്ത 2 സംഭവമാണ്.